പാഠം 902 പ്രേമലേഖനം എങ്ങനെ എഴുതണം. മണി 7 കഴിഞ്ഞു. ഒരു ചായ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? ഒരേ ഒരു മിനിറ്റ്, ഇപ്പൊ ചായ തരാം. കഷ്ടം. ഞാൻ എല്ലാ ദിവസവും 7 മണിയാകുമ്പോൾ ഭാമയെ ചായ എവിടെ എന്ന് ചോദിച്ച് അടുക്കളയിൽ കയറി വരാറുണ്ട്. പക്ഷേ ഇത്ര നാളായിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുൻപേ ഒരു ചായ തരാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടേയില്ല. മോഹനേട്ടനെ കൊണ്ടുപോയി കേസ് കൊടുക്ക. ഇതെന്താ കൈ പത്രമല്ലല്ലോ, പത്രം വന്നില്ലേ? നിന്നെ പോലെ തന്നെയാണ് ശശിയും. ഓരോ ദിവസവും അവന് തോന്നും പോലെയാണല്ലോ പത്രം തരുന്നത്. നിങ്ങളൊക്കെ ഇനി എന്നാണ് എന്തോ കൃത്യനിഷ്ഠ പഠിക്കാൻ പോകുന്നത്? പഠിച്ചെടുത്തോളം കൃത്യനിഷ്ഠം മതി. ഇതിൽ കൂടുതൽ പഠിക്കാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. നീ എങ്ങനെ പറയൂ? ഒരു തെറ്റ് പറ്റി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് സമ്മതിക്കുന്നതാണ് അന്തസ്. ആ അന്തസ്സിനെ പറ്റി ഒരു ചുക്ക് പോലും അറിയാത്ത നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ തെറ്റ്. എന്നെ കെട്ടുകൊണ്ട് ഇങ്ങനെയെങ്കിലും പോകുന്നു, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാമായിരുന്നു? അന്ന് നിന്നെ കെട്ടാതെ ഞാൻ കുറച്ചു നാളോടെ ക്ഷമിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം ഭാര്യയെ എനിക്ക് കിട്ടുമായിരുന്നു. ഞാനൊരൽപ്പം ധൃതി കാണിച്ചു പോയി. അതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹനേട്ടാ, ഒരു തെറ്റ് പറ്റിയാ തിരുത്തുക എന്നാണല്ലോ വിവേകമുള്ള ആളുകൾ ചെയ്യുന്നത്. അതെ. എന്നെ കെട്ടിയത് തെറ്റിപ്പോയെന്ന് തോന്നിയെങ്കിൽ എന്നെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാന്യനും സത്യസന്ധനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി എന്നെ കല്യാണം കഴിക്കാൻ 100 കണക്കിന് ആളുണ്ട്. 100 കണക്കിന്. പക്ഷെ ഇതിന്റെ കാര്യോ? 100 വേണ്ട മോഹനേട്ടാ, ഒരെണ്ണം, ഒരൊറ്റ പെണ്ണെങ്കിലും ഒന്ന് വന്നാ മതിയായിരുന്നു. ആര് വരുവോ എന്തോ. ഇതാ പറയുന്നത് നിനക്ക് ഒരു ചുക്കും അറിയില്ലെന്ന്. ഇപ്പോഴും എന്നെ ആരാധനയോടും പ്രേമത്തോടും നോക്കുന്ന എത്രയോ തരണീമണികളുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ ഒന്ന് വിരൽ ഞൊടിച്ചാൽ അവരോടൊന്ന് ക്യൂ നിൽക്കും. ക്യൂ. എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ. ഞാൻ ഒരു സത്യസന്ധനായത് കൊണ്ടാണ് മറ്റ് സ്ത്രീകളെ നോക്കുക പോലും ചെയ്യാത്തത്. എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞത്. പരസ്യം. എന്റെ പ്രിയപ്പെട്ട സാറിന് ഞാൻ അങ്ങയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയും അങ്ങ് മനസ്സിലാക്കിയില്ലല്ലോ. ഓരോ ദിവസവും അങ്ങയുടെ പ്രണയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇനിയെങ്കിലും എന്റെ മനസ്സ് അങ്ങേക്ക് മനസ്സിലാക്കിക്കൂടെ? അയ്യോ, എഴുത്ത് വായിച്ച ഉടനെ കീറി കളയണം. ആരെങ്കിലും കണ്ട അങ്ങേക്കാണ് അപകടം. അയ്യോ, ഇതാരായി പാതകം ചെയ്തത്? ഇതാരെഴുതിയതാ? അയ്യോ, എന്റെ ജീവിതം പോയി. എനിക്ക് ചായ വേണ്ട. അതെന്താ? എനിക്ക് ചായ വേണ്ട പറഞ്ഞില്ലേ? ചായ എടുക്കാൻ വൈകുന്നേരം മോഹനേട്ടല്ലേ ഇപ്പൊ അവിടെ ഒന്ന് വഴക്കുണ്ടാക്കിട്ട് പോകുന്നത്? ചായ എടുക്കാൻ വൈകിയെന്ന് നീ സമ്മതിച്ചല്ലോ. എനിക്കത് മതി. എനിക്ക് ചായ വേണ്ട. ആളെ കളിയാക്കുന്നു. കുടുംബം തൊലയ്ക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. മാനം മര്യാദയ്ക്ക് ഞാൻ ജീവിക്കുന്ന ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ദൈവമേ. അയ്യോ, അത് വെളിയിൽ പോയ പത്രം എടുത്താത്ത് വെച്ച. ഇതെന്തിങ്ങനെ? എന്താ മോഹനേട്ടന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? മോഹനേട്ടൻ എന്താണ് ഈ ചായ കുടിക്കാത്തതെന്ന്? ചായ എടുക്കാൻ 1 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ വലിയ വർത്താനം പറഞ്ഞാണല്ലോ. ഇത് കുടിക്ക. നീ എന്താ പേടിപ്പിക്കുന്നോ? പേടിപ്പിച്ചൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. നേരമില്ലാത്ത നേരത്തെ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഈ മാതിരി സ്വഭാവം കാണിച്ചത് പിന്നെ ദേഷ്യം വരില്ലേ മോനേട്ടാ? ദേ, ഇപ്പൊ ഈ ചായ കുടിച്ചില്ലെങ്കിൽ ഇനി ഈ ജന്മത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചായ മോഹനേട്ടൻ കുടിക്കേണ്ടി വരില്ല. കുടിക്ക. അയ്യോ,
നീ എന്താ ഞാൻ പോകാൻ? എന്താ ചെയ്യുന്നെ? ചോറ്റ് മാത്രം എടുക്കണമെന്ന്. ഇപ്പൊ ചോദ്യം തുറന്നില്ല. ഇപ്പൊ വേണ്ട, കുറച്ചു ചോറ് വേണ്ട, ഓഫീസിൽ പോകണ്ടേ. ചോദ്യം തുറ അപ്പം എടുത്താൽ മതി. ഞാൻ ഇതിനായിട്ട് പിന്നെ വരണോ മോനെ? ചോദ്യം മാത്രം എടുക്കണം പറഞ്ഞില്ലേ വക്കീലേ? ഊതോണ ചെല്ല്. എന്താ പോയി ചോദിക്കും. ചെല്ല് ചെല്ല് പോ. ഇത് എന്തൊരു മുകളിലാ നോക്കണേ. എന്റെ ദൈവം, എവിടെയത്? ഓ, എന്റെ പ്രിയപ്പെട്ട. നമസ്കാരം വക്കീലേ. പിന്നെ ജോസഫ് സാർ തന്നു വിട്ടതാണ്. രാവിലെ തന്നെ വക്കീലിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണമെന്നും പറഞ്ഞു. ഇന്ന് കേസിന്റെ ഭാഗത്ത് തുടങ്ങുക. ഈ കടലാസില്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ എതിർഭാവ വക്കീൽ എന്നെ മൂക്കൊണ്ടി ക്ഷാ വരപ്പിക്കും. സാർ എവിടെ വക്കീലേ? സാർ ഈ സമയത്ത് ആ സ്റ്റെപ്പ് ചെയ്ത് പത്രം വായിക്കുന്ന ആളായിരുന്നല്ലേ? ഉത്തമ, ഇന്ന് സാറിന് ചായ കൊടുക്കാൻ ഞാൻ 1 മിനിറ്റ് വൈകിപ്പോയി. ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് ഉത്തമൻ അറിയാമോ? അത്രയും വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ആഫീസർക്ക് ദേഷ്യം വരാതിരിക്കുവോ? മുഖം വേർപ്പ് ചാതിരിപ്പുണ്ട്, വിളിക്കണോ? പിന്നെ സാറിനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ വില്ലേജ് എന്നിട്ടേ കാര്യം നടക്കും. ഞാൻ ഒരു 11 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലോട്ട് വരുമെന്ന് സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞിരിക്കണേ വെക്കില്ലേ? ശരി. ശരി. ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ അറിഞ്ഞു. വക്കീൽ ചായ എടുക്കാൻ താമസല്ലേ പ്രശ്നം? അതല്ലേ തോ, ഇതാണ് പ്രശ്നം. വയറു തന്നെ എന്ത് പറ്റി? പ്രേമലേഖനം. പ്രേമലേഖനോ? ആരാക്ക് എഴുതിയത്? എന്റെ പ്രിയപ്പെട്ട സാറിന് ഞാൻ അങ്ങേ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയും അങ്ങെന്നെ മനസ്സിലാക്കിയില്ലല്ലോ. എനിക്കൊന്ന് കേൾക്കണം. ഓരോ ദിവസവും അങ്ങയുടെ പ്രണയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇനിയെങ്കിലും എന്റെ മനസ്സ് അങ്ങയ്ക്ക് മനസ്സിലാക്കിക്കൂടെ? പ്രണയപൂർവം അങ്ങയുടെ സ്വന്തം ഞാൻ NB. ഈ എഴുത്ത് വായിച്ചാലുടനെ കീറിക്കളയണം. ആരെങ്കിലും കണ്ടാൽ അങ്ങേക്കാണ് അപകടം. രാവിലെ ശശി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട പത്രത്തിനകത്തിരുന്ന സാധനം ഞാൻ പത്രം എടുത്തതും ഇത് ആഴേക്കങ്ങ് പോയി. ഭാമ എങ്ങനെ കണ്ടു? നിങ്ങൾ അവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുത്തുമാ. ഇതാര് സാറാ എഴുതിയത്? ഞാൻ അറിയും, പേരില്ലല്ലോ. കയ്യക്ഷരം കണ്ടിട്ടൊരു പെണ്ണെഴുതി എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ഇത് ഈ ശശി അറിയാതെ എങ്ങനെ പത്രത്തിനകത്ത് വന്നു? ഈ എഴുത്ത് എഴുതിയാള് ശശിയുടെ കയ്യിൽ കൊടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. ശശി വിളിച്ച് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും. പക്ഷേ അങ്ങനെ വഴക്കിനെ മുളക്കിനെ പോയ സംഗതി ആകെ വഷളാവും. വേറെ ആരും അറിയാതെ ഇത് എഴുതിയ ആളെ കണ്ടുപിടിക്കണം. അതിപ്പോ സാറിനോട് പ്രേമം അല്ല, അങ്ങനെയല്ല. സാറിനെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ മോഹനയുടെ സാറിനെ നന്നായി അറിയാന്നുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളായിരിക്കണമല്ലോ. അങ്ങനെ ഒരു പെണ്ണെന്ന് പറയുമ്പോ എന്താ? പിടികിട്ടി. എനിക്ക് ആളെ പിടികിട്ടി. നമ്മുടെ ബാബുലേ ചേട്ടന്റെ മോള് സുമിത്രയില്ലേ? അവക്ക് സാറിനോട് ഭയങ്കര കാര്യമാണ്. അവള് തന്നെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ അവളെ വഴിക്ക് വെച്ച് കണ്ടപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. എന്ത്? ടീച്ചറെ, ഞാനാണ് ഉത്തമേ. ആ കേടായിപ്പോയ പൈപ്പ് നന്നാക്കാൻ ഞാൻ ഒരാൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടേ. അരമണിക്കൂറിനുള്ളിൽ വരും. ആളൊരു മിടുക്കനാണ്. പിന്നെ ജോലി തീർത്തു പോകുമ്പോ ഒരു 250 രൂപ കൊടുത്തേക്കണേ. അയ്യോ, എനിക്ക് വരാൻ പറ്റൂല. ഞാൻ നമ്മുടെ വില്ലേജ് ഓഫീസർ മോനേഴ് സാറിന്റെ വീട് വരെ ഒന്ന് പോവുക. സാറിനൊന്ന് കാണേണ്ട ഒരു കാര്യമുണ്ട്. ശരി. ഇതാര്? സുമിത്ര, എന്തുണ്ട് വിശേഷം? ഉത്തമ ചേട്ടൻ മോഹനകൃഷ്ണ സാറുമായിട്ട് വലിയ അടുപ്പത്തിലല്ലേ? ആണ്. നിനക്ക് വില്ലേജ് ഓഫീസർ എന്തെങ്കിലും കാര്യം സാധിക്കണ്ടാ? അതുകൊണ്ടല്ല, എനിക്ക് മോഹനകൃഷ്ണ സാറിനെ വലിയ ഇഷ്ടമാണ്. എന്തൊരു നല്ല മനുഷ്യനാ. കാണാനും സുന്ദരൻ. സത്യം പറയാലോ ഉത്തമൻ ചേട്ടാ, സാറിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ പറ്റിയ പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. അതെങ്ങനെയാ ഞാൻ ഉത്തമൻ ചേട്ടനോട് പറയുന്നേ? അത് സാറിനോട് മാത്രം പറയാനുള്ള കാര്യ. പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എഴുത്തെഴുതി കൊടുക്കും, നോക്കൂ. സാറേ, സുമിത്ര എഴുത്തെഴുതി ശശിയുടെ കയ്യിൽ കൊടുത്തതായിരിക്കും. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞോടായില്ലല്ലോ.
സുമിത്ര എഴുതിയതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ, സാറേ ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. ഈ എഴുത്തിൽ പേരില്ല എന്നുള്ളതല്ലേ ഉള്ളൂ, കയ്യക്ഷരം ഉണ്ടല്ലോ. കയ്യക്ഷരം വെച്ച് നമുക്ക് ആളെ പിടിക്കാം. എങ്ങനെ? അതൊക്കെ സാർ എനിക്ക് വിട്ടാര്. ഈ കത്ത് എഴുതിയത് സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും, പോരെ? ഇതിനൊക്കെ ഉള്ള ബുദ്ധി എന്റെ കയ്യിലുണ്ട് സാറേ. സാർ ധൈര്യമായിട്ടിരുന്നോ? ആ പിന്നെ സാറേ, ഈ കേസ് വക്കീലിന്റെ കൈ കിട്ടണ സാർ വിവരം അറിയേ. എത്ര സ്നേഹമുള്ള ഭാര്യ ആയിരുന്നാലും ഇതുപോലൊരു കത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുവേ. ആ അപ്പൊ ശരി, സംഗതി അന്വേഷിച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ആ ആ, ആ എഴുത്ത് ഒന്നുകൂടെ കാണിച്ചാണ്. ഒന്നുകൂടെ കാണിക്ക്, ഒന്നുകൂടെ കാണിക്ക്. വക്കീലിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ സാറിന്റെ ജന്മം പാഴ്. എന്റെ പ്രിയപ്പെട്ട സാറിന് ഓക്കെ, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ഓക്കെ, സൂക്ഷിച്ചു വെച്ചോളേ. സുമിത്ര തന്നെ ആയിരിക്കോ? നമുക്കൊക്കെ മോഹനേഷ് സാറിനോട് ദേഷ്യമാണെങ്കിലും നാട്ടുകാർക്കൊക്കെ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. സാറ് ഭയങ്കര സത്യസന്ധനും മാന്യനും ആണെന്നല്ലേ നാട്ടുകാർ പറയുന്നത്? അത് പറയുമല്ലോ. സാറ് 10 പൈസ കൈക്കൂലി വാങ്ങില്ല. എല്ലാവരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തി കൊടുക്കും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നാട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. പക്ഷേ ആഫീസിലുള്ള നമ്മുടെ അവസ്ഥ ആർക്കും അറിയണ്ട. പട്ടാള ക്യാമ്പിൽ കഴിയുന്നത് പോലെയല്ലേ നമ്മളിവിടെ കഴിയുന്നത്. ഏതു നേരം ജോലി തന്നെ ജോലി. എന്തെങ്കിലും ചില്ലറ വാങ്ങാന്ന് വെച്ചാലോ അതും സമ്മതിക്കില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കാഞ്ഞന സാറേ, ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നോണ്ട് നമുക്കും നാട്ടുകാർക്കിടയിൽ ഒരു മതിപ്പുണ്ടല്ലോ. സപ്ലൈ ഓഫീസിലെയും കൃഷി ഓഫീസിലെയും ഉദ്യോഗസ്ഥര് പോകുമ്പോ നാട്ടുകാർ എന്തൊക്കെയാ പറയണെന്നറിയാവോ? അതേസമയം നമ്മളെ കാണുമ്പോ വലിയ ബഹുമാനമല്ലേ? ബഹുമാനം പൊഴുങ്ങി തിന്ന വയറ് നിറയോ പ്രൊഫസറെ? ഒരുപാടങ്ങും വേണ്ട. ചെറിയ രീതിയിൽ ഒരു കൈക്കൂലി വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വട്ടച്ചെലവെങ്കിലും നടക്കില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാൻ മോഹനേഷ് സാറിന്റെ കൂടെയാ. സാറിന്റെ പട്ടാള ചിട്ടിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാറിനെ മൊത്തത്തിൽ എനിക്ക് വലിയ ഇഷ്ടം. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. മാന്യമായ പെരുമാറ്റം, അന്തസ്സായ സംസാരം. ശരിക്കും എന്റെ മനസ്സിലുള്ള ആള് മോഹനേഷ് സാറാ. ഇവളാണവൾ. നല്ല വിദ്യാഭ്യാസമുണ്ട്, സർക്കാർ ഉദ്യോഗമുണ്ട്. അതിനൊക്കെ അപ്പുറം കണ്ടാൽ ഭയങ്കര സുന്ദരനും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കല്യാണം കഴിക്കുകയാണെങ്കിൽ മോഹനേഷ് സാർ ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറയായിരുന്നു. അങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിക്കണ്ട. ചെയ്യാനുള്ള ജോലി ചെയ്. ഇത് ഞാൻ പൊക്കും. അപ്പ എഴുത്തെഴുതി സുമിത്ര അല്ല, സ്വയം പ്രഭ. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സ്വയം പ്രഭ കൈയക്ഷരം പരിശോധിച്ച തെളിവാകും. തെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപകടമാകും. സാർ, താലൂക്ക് ഓഫീസിലേക്ക് ഒരു എഴുത്തെഴുതണം. ഞാൻ പറഞ്ഞുതരാം. സ്വയം പ്രഭ എഴുതിയാൽ മതി. അയ്യോ സാർ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യക്ഷരം മോശം. സാർ തന്നെ എഴുതുന്നതാ നല്ലത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ എഴുതി പഠിക്കണ്ടേ? സ്വയം പ്രഭ എഴുതൂ. അയ്യോ, അത് ശരിയാവില്ല സാർ. കാഞ്ഞിര സാറിനെ കൊണ്ട് എഴുതിപ്പിച്ചാ മതി. ഞാൻ വിളിക്കാം. ആരെഴുതണമെന്ന് തീരുമാനിക്കുന്നത് കെ മോഹനേഷ് സാറാ.
സ്വയംപ്രഭ തന്നെ എഴുതണം. ഞാൻ എഴുതില്ല സാർ. എനിക്കറിയാം സ്വയംപ്രഭ എഴുതില്ല എന്ന്. എഴുതിയാൽ സ്വയംപ്രഭയുടെ കൈയക്ഷരം ഞാൻ കണ്ടുപിടിക്കുമല്ലോ. ഞാനത് കണ്ടുപിടിച്ചാൽ സ്വയംപ്രഭയ്ക്ക് എന്നോട് പ്രേമമാണെന്നുള്ള കാര്യം പുറത്താവുമല്ലോ. സാറോട് പ്രേമോ? ഇങ്ങോട്ട് വന്നു കയറിയപ്പോ സ്വയംപ്രഭ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ കേട്ടു. കല്യാണം കഴിക്കുകയാണെങ്കിൽ കെ മോഹനകൃഷ്ണ സാറിനെ കല്യാണം കഴിക്കുമെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. പറഞ്ഞതിന് സാക്ഷ്യങ്ങളുണ്ട്. ശിശുപാല, കാഞ്ചന, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ്? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ചോദിക്കുന്നതാണോ കുഴപ്പം? കല്യാണം കഴിക്കുകയാണെങ്കിൽ മോഹനകൃഷ്ണ സാറിനെ കല്യാണം കഴിക്കണമെന്ന് സ്വയംപ്രഭ പറയുന്നത് ഞാൻ കേട്ടു. അയ്യോ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ മോഹനകൃഷ്ണ സാറിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അത് മുഴുവനാക്കുന്നതിന് മുമ്പേ സാറിനെ കണ്ടു. കള്ളം പറയരുത്. ഇത് കണ്ടോ? നോക്ക്. എന്താ ഈ നിൽക്കുന്ന സ്വയംപ്രഭ എഴുതി പത്രക്കാരൻ ശശിയുടെ കയ്യിൽ കൊടുത്തുവിട്ട എഴുത്താണ് ഇത്. ഇന്നത്തെ പത്രം തുറന്നു നോക്കിയപ്പോ ഈ എഴുത്ത് അതിനകത്തിരിക്കുന്നു. ഇത് സ്വയംപ്രഭ എഴുതിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനോ? സാർ വെറുതെ പറയല്ലേ. സാർ നോക്കട്ടെ. നോക്ക് സാർ, ഇത് പ്രഭയുടെ കൈയക്ഷരമല്ല. പ്രഭ എന്നും എഴുതുന്നത് ഞാൻ കാണുന്നതല്ലേ. ഇത് പ്രഭ എഴുതിയതല്ല സാർ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ സാറിന് പ്രേമലേഖനം എഴുതാൻ പോകുന്നു. സാറേ, സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ സാറിനെ പോലെ ഒരാളാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും സാറിനെ കിട്ടണമെന്ന് എനിക്ക് ഒരു താല്പര്യമുണ്ട്. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. അങ്ങനെയുള്ള എനിക്കെന്തിനാ സാറിനെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനെ? നാട്ടിലുള്ള ബാക്കി ആളുകളൊന്നും നാട് വിട്ടു പോയില്ലല്ലോ. ഒരു പ്രേമലേഖനത്തിന്റെ കഥയും കൊണ്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പൊ സാറിന് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാറിന്റെ കയ്യിൽ വെച്ചു മാറിക്ക് ശിശുവാഞ്ചിടാ. സാറേ സാറേ ഞാനത് നോക്കട്ടെ, അത് ചേരണം. സാറേ, ഇത് പ്രൊഫസർ എഴുതിയല്ല, സാറിന്റെ കൈയക്ഷരം അല്ല സാർ. നമുക്കറിയാവുന്നല്ലേ സാർ. വേറെ ആരും കിട്ടിയില്ല പ്രേമിക്കാൻ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേക്കണേ? ഈ മോഹനേട്ടൻ അങ്ങനെയൊക്കെ പറയാൻ എന്താ ഉണ്ടായത്? എന്നിട്ട് മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞു? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എഴുത്തോ? പ്രേമലേഖനോ? എന്റെ ഈശ്വര, അതാരെഴുതിയതായിരിക്കും? എന്നോട് പറഞ്ഞില്ല. ഓ, അപ്പൊ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്വയംപ്രഭയെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ സംഭവം? എന്ത് സംഭവം? സ്വയംപ്രഭ കാര്യമെല്ലാം പറഞ്ഞു. ഈശ്വരാ, എന്താ ചെയ്യ? ആരുടെ എഴുത്തായിരുന്നു അത്? എനിക്കറിയില്ല. മോഹനേട്ടൻ അറിയാതെ ആരാ മോഹനേട്ടന് പ്രേമലേഖനം എഴുതിയത്? ഞാൻ അങ്ങനെ അറിയാം. രാവിലെ പത്രത്തിരുന്ന അതിങ്ങെടുക്ക്. ഏത്? ആ എഴുത്തിങ്ങെടുക്കാൻ. ഞാനറിയാതപ്പോ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. പ്രേമം, എഴുത്തെഴുതല്. എനിക്കൊന്നും അറിയില്ല.
സത്യം പറ മോഹനേട്ടാ, ഇതാരെഴുതാ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മോഹനേട്ടൻ അറിയാം. ഒരു പെണ്ണെന്തായാലും വെറുതെ ഇങ്ങനെ ഒരു എഴുത്തെടുത്തില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഇത് എഴുതി ആരാണ് സത്യമായിട്ട് എനിക്കറിയില്ല. ഉത്തമനെ കാണിച്ച ഉത്തമനാ പറഞ്ഞത് കൈയക്ഷരം വെച്ച് കണ്ടുപിടിക്കാന്ന്. സ്വയംവരുടെ കൈയക്ഷരം നോക്കാൻ വേണ്ടി വിളിച്ചപ്പോ സ്വയംവരം എഴുതാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സംശയം തോന്നില്ലേ? നീ ഇങ്ങനെ നോക്കുന്നെന്തിനാ? സത്യമായിട്ട് എഴുതി ആരാണെന്ന് എനിക്കറിയില്ല. ഈ കയ്യക്ഷരം കണ്ടിട്ട് മോഹനേട്ടന് മനസ്സിലായില്ല? ഇല്ല. സത്യം പറ മോഹനേട്ടാ. സത്യമായിട്ട് അറിഞ്ഞൂടാ? ഏയ് കഷ്ടം. സ്വന്തം ഭാര്യയുടെ കയ്യക്ഷരം പോലും അറിയാത്തൊരു മഹാ വന്നേക്കണം. എന്റെ മോഹനേട്ടൻ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാലോ. എന്നിട്ടും എന്റെ കയ്യക്ഷരം അറിയില്ല എന്ന് പറഞ്ഞ എഴുത്തെഴുതി പത്രത്തിൽ വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴാണ് മോഹനേട്ടൻ പത്രം താമസിച്ചു എന്ന് പറഞ്ഞു വന്നത്. ഈ എഴുത്ത് കണ്ട് മോഹനേട്ടൻ എന്ത് ചെയ്യുമെന്നറിയാൻ കാണിച്ചൊരു തമാശയായിരുന്നു അത്. ആര്? മോഹനകൃഷ്ണൻ സാറല്ലേ? ആ ഉണ്ട്. മോഹനേട്ടാ, എനിക്ക് ആളെ ഒന്നും മനസ്സിലായില്ല. മോഹനകൃഷ്ണൻ സാർ ഇങ്ങ് വരട്ടെ, ഞാൻ മനസ്സിലാക്കി തരാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? മോഹനകൃഷ്ണൻ സാറ് സത്യസന്ധനാണ്, മാന്യനാണ്. അതുകൊണ്ട് എനിക്ക് സാറിനെ വലിയ ഇഷ്ടമാണെന്നൊക്കെ ഉത്തമനോട് ഞാനൊന്ന് പറഞ്ഞുപോയി. ഇന്ന് ഈ സാറ് ഉത്തമനെ പറഞ്ഞു വിട്ടിരിക്ക സാറിന് എന്നോട് വലിയ ഇഷ്ടമാണെന്ന് പറയാൻ. ഞാനോ? സാറിന്റെ അടവൊന്നും വേണ്ട. ഉത്തമൻ പറയാ സാറിന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണെങ്കിൽ ഒരു പ്രേമലേഖനം എഴുതി ഉത്തമന്റെ കൈ കൊടുത്തുവിടാൻ സാറ് പറഞ്ഞു. നാണം ഉണ്ടോ സാറേ ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ കാണിക്കാനായിട്ട്? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉടനെ അത് പ്രേമാവൂ? മേലിൽ എന്റെ അടുത്ത് ഇത്തരം അഭ്യാസമായിട്ട് വന്ന വില്ലേജ് ഓഫീസർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ആ എന്തായിരുന്നു മോഹനേട്ടാ അത്? കൈയക്ഷരം പരിശോധിക്കാൻ ഉത്തം ചെയ്താലായിരിക്കും. സുമിത്ര സംശയം ഉണ്ടെന്ന് ഉത്തമൻ പറഞ്ഞായിരുന്നു. ഉത്തമന് ഇതുപോലെ വേറെ ആരെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഇനി എത്ര പേരൂടെ കേറി വരും? എല്ലാറ്റും കാരണം നീയാ. ഇങ്ങനെ ആവശ്യമില്ല അവരൊക്കെ എഴുതി വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഒരു കാര്യം മോഹനേട്ടൻ മനസ്സിലാക്കണ്ടായിരുന്നു. ഈ നാട്ടിൽ മോഹനേട്ടനെ പ്രേമിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു സ്ത്രീയല്ലേ ഉള്ളൂ. അതീ ഞാനാ. മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതെ, ഈ പ്രേമലേഖനം പോക്കറ്റ് തന്നെ ഇരിക്കട്ടെ. ഒരു പ്രേമലേഖനം കിട്ടാൻ കൊതിച്ചു നടക്കുന്ന ആളുകളുള്ള നാട്ടിലാണ് ഒരു പ്രേമലേഖനത്തിന്റെ പേരിൽ ഈ മഹാൻ ഇമാതിരി പരാക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന വില്ലേജ് ഓഫീസർക്ക് സ്വന്തം ഭാര്യയുടെ കൈയക്ഷരം തിരിച്ചറിയാനാവാതെ പോയത് കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.